ഹായ് നമസ്കാരം. നുറുങ്ങ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇത് കടൽ വരാലാണെന്ന് തോന്നുന്നു, ശരിക്കും പേരറിയില്ല. പേരറിയാവുന്നവർ ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തിയേക്കണേ. ഇത് നമുക്ക് വെട്ടി കഴുകി വൃത്തിയായിട്ട് നുറുക്കി കഴുകിയെടുക്കാം, കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കാം. നമുക്കിത് മീൻ്റെ ചെതമ്പലും മുള്ളും ഒക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് തേച്ചരച്ച് വൃത്തിയായിട്ട് നുറുക്കി കഴുകിയെടുക്കാം. അത് നമുക്ക് കുടപ്പുളി ഇട്ട് നല്ലോണം വറ്റിച്ചെടുക്കാം. മീൻ്റെ മുള്ളൊക്കെ വെട്ടി ചെതമ്പലൊക്കെ കളഞ്ഞ് തേച്ചരച്ച് വൃത്തിയായിട്ട് നുറുക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം. അപ്പം നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചട്ടി ചൂടായ ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടണുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി, ചുവന്നുള്ളി, സവാള ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും വേപ്പിലയും സവാളയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഫിഷ് മസാലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കത് പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം പൊടികൾ. പൊടികൾ മൂത്തതിൻ്റെ നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് കുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരപ്പ് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം.
നമുക്കൊരു മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റോളം നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് ചാറൊക്കെ വറ്റിയൊന്നൊന്ന് തുറന്ന് നോക്കാം. ചാറൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഇറക്കാം. നമുക്ക് ചാറ് വറ്റിയൊന്ന് നോക്കാം. ചാറൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഇറക്കാം. നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഒരു ശകലം വേപ്പില അതിൻ്റെ മീതെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി. നല്ലോണം ഉപ്പും പുളിയും എരിവൊക്കെ പിടിച്ചിട്ടുണ്ട്.